പൂക്കോട്ടുംപാടം മങ്ങാടിക്ക് സ്വർണ്ണ തിളക്കമേകി സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടന കർമ്മം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വൈകുന്നേരം നടന്ന നറുക്കെടുപ്പ് ചടങ്ങിൽ സിനിമ സീരിയൽ താരം അനുമോൾ മുഖ്യാതിഥിയായി. കാളികാവ് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശത്തായാണ് സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷന് പുറമെ കല്യാണ പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത ഡിസൈനുകളോടെയുള്ള സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയാണ് പൂക്കോട്ടുംപാടം സാറ ഗോൾഡിന്റെ സേവനം. പൂക്കോട്ടുംപാടം ടൗണിൽ ഇന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച സാറ ഗോൾഡ്, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വളർന്നു വരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നാടും നഗരപ്രദേശങ്ങളൊക്കെ വമ്പിച്ച് വലിയ രീതിയിലേക്ക് പുരോഗതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകൾക്കും ഇന്ന് ഷോപ്പിംഗ് നടത്താൻ വേണ്ടി ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും വളർന്നു വരുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ എല്ലാ രീതിയിലും ഭംഗിയായ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ നാടിനും അതേപോലെ നാട്ടുകാർക്കും ധാരാളം ജോലികളൊക്കെ സംഭാവന ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ സ്ഥാപനങ്ങളൊക്കെ വളർന്ന് വലുതായി പന്തലിച്ച് വികസിക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ നഗരവും നഗരപ്രദേശങ്ങളും വളർന്നു വരികയാണ്. എല്ലാവരും എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 916 ആഭരണങ്ങൾക്ക് പുറമെ 3500 രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങളുടെ കളക്ഷനും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം മുതൽ 1 മാസം വരെ സൗജന്യ കാതുകുത്തും ഇറ്റാലിയൻ, ടർക്കിഷ്, റോഡിയം 92.5 വെള്ളിയാഭരണങ്ങളുടെ കളക്ഷനും പ്രത്യേകതയാണ്. ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തവർക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങളാണ് വിതരണം നടത്തിയത്. സിനിമ, ടെലിവിഷൻ താരം അനുമോൾ അടക്കം പ്രമുഖർ അണിനിരന്ന സംഗീത വിരുന്ന് വേറിട്ട അനുഭവമായി. വിവിധ ചടങ്ങുകളിലായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, KVVS ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ്, പഞ്ചായത്ത് അംഗം K ബാലസുബ്രഹ്മണ്യൻ, KVVS യൂണിറ്റ് പ്രസിഡന്റ് മുകുന്ദൻ, സെന്റ് മേരീസ് ചർച്ച് ഫാദർ ഷാജി മുളവേലിക്കുന്നേൽ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സാറ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.